ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൺ സ്റ്റൂ ആണ്. അത് വെറുതെ അതിൽ മഞ്ഞൾ ഉപ്പ് ഒന്നും ഇട്ടിട്ടില്ല, വെറുതെ പ്ലെയിനായിട്ട് ഉപ്പിട്ടിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ് മട്ടൺ. അതിൻ്റെ സ്റ്റോക്ക് അടക്കം വരുന്നുണ്ട്. സ്റ്റോക്കോട് കൂടിയിട്ട് അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് കഷ്ണം എന്ന് പറയുന്നത് ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ്, പിന്നെ ക്യാരറ്റ് ഞാൻ കുറച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ ഒരു വൈറ്റിഷ് ആയിട്ടുള്ള മട്ടൻ്റെ കളറ് പോവും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നത്. അത് ലാസ്റ്റ് ആഡ് ചെയ്യുള്ളൂ. പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, പിന്നെ നമ്മളുടെ കട്ടിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, പിന്നെ കശുകശ് ഒരുമിച്ച് കൂട്ടി അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. അത് നമ്മുടെ കറിക്കൊരു തിക്നെസ് വരാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ 2 പാലെടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും. 1-ാം പാൽ ഇത്, 2-ാം പാൽ ഇത്തിരി കൂടുതലെടുത്തിട്ടുണ്ട്. ഉപ്പ്, ആവശ്യമായ വെള്ളം, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ലാസ്റ്റ് നമുക്ക് വറുത്തിടാം. അല്ലെങ്കിൽ നമ്മൾ സബോള വഴറ്റിനോട് കൂടിയിട്ട് വറുത്തിട്ട് അതോട് കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇപ്പോൾ നമ്മൾ ഏലക്കായ, പട്ട, ഗ്രാമ്പു അത് കുറേശ്ശെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യമായ വെളിച്ചെണ്ണ, ഇത് മല്ലിയില, വേപ്പിൻ്റെ ഇല ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ആദ്യം ഞാൻ ഇവിടെ നമ്മൾ ഉണ്ടാക്കാനുള്ള പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തു, ചൂടായി വരുമ്പോൾ നമുക്ക് ഏലക്കായും പട്ട, ഗ്രാമ്പു എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് പൊട്ടി മേത്തേക്ക് വരാണ്ടിരിക്കാൻ ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ആട്ടിറച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം വിട്ടുപോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആട്ടിറച്ചി ഞാൻ വേവിച്ചപ്പോൾ അതിൽ കുറച്ച് ഉപ്പും വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനത് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ വിനീഗർ ഒരു സ്വല്പം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാൻ ആട്ടിറച്ചി വേവിച്ചിരിക്കുന്നത്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇതോടുകൂടി നമുക്കൊന്ന് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ സെപ്പറേറ്റ് വറക്കാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ കറി വെച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ നെയ്യിലോ അണ്ടിപ്പരിപ്പ് വറുത്ത് ഇതിൻ്റെ മീതിയിടാം. ഡാൽഡയിലോ നെയ്യിലോ അണ്ടിപ്പരിപ്പ് വറുത്ത് ലാസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ചും കൂടി നന്നായിരിക്കും. ചെറുതായിട്ട് നെയ്യ് വരുമ്പോഴേക്കും നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള പെട്ടെന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സ്വല്പം ഉപ്പ് ചേർത്ത് ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി 2 ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് വഴക്കാം. ഇത് നന്നായി ബ്രൗൺ ആവാനായിട്ട് പാടില്ല. കാരണം നമ്മൾ ഈ കറി വെക്കുന്നത്
വൈറ്റിഷ് കളറിലാണ്. അപ്പോൾ ആ ഒരു കളറ് നിലനിൽക്കാൻ വേണ്ടിയിട്ട് നന്നായി ബ്രൗൺ ആക്കരുതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പച്ചമുളകാണ് ഞാൻ ഇതിന് എരിവിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ. അപ്പോൾ ഈ പച്ചമുളക് നമ്മൾ കൂടുതൽ ഇടണം. കാരണം ഞാനിതിൽ പെപ്പറോ ഒന്നും ചേർക്കണില്ല. വെരി സിമ്പിളായിട്ട് ഉള്ളൊരു വൈറ്റായിട്ടുള്ളൊരു കറിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പത്തിൻ്റെ കൂടെയൊക്കെ വളരെ സോഫ്റ്റായിട്ട് കഴിക്കാവുന്നൊരു കറിയാണ്. പച്ചമുളക് ഒരു 5-10 പച്ചമുളക് ആവറേജ് പോകുന്നത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് വഴണ്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഇതൊന്ന് മാറി കിട്ടിയാൽ മതി. അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കറുത്ത് പോകും. ഇനി അതിലേക്ക് നമുക്ക് ഈ ഞാൻ കഷ്ണങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ മട്ടൺ എടുത്തിരിക്കുന്നത് കഷ്ണങ്ങൾ ഇത്തിരി ചെറിയതായിട്ടാണ്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഉരുളൻകിഴങ്ങിൻ്റെ പീസസും ചെറുതാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം. ഈ പാലിൽ കിടന്ന് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കതൊന്ന് അടച്ച് വെച്ചിരിക്കാം. ഇനി നമുക്കിതൊന്ന് വെന്തോന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ആ സ്റ്റോക്കോട് കൂടി തന്നെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് കശകശി അരച്ച് വെച്ചതും കൂടി ഞാനിപ്പോൾ ഇത് ചേർത്തു. അതൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ അണ്ടിപ്പരിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ തിക്നെസ്സാവും. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീം ഉള്ളവർക്ക് ചേർക്കാം. പിന്നെ കോൺഫ്ലവർ ചേർക്കണമെങ്കിൽ ചേർക്കാം. അങ്ങനെ നമ്മുടെ സ്വയം ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഫ്രഷ് ക്രീം ഇപ്പോൾ ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് വരും. അതുപോലെ തന്നെ ഇതിപ്പോൾ അണ്ടിപ്പരിപ്പ് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായാലും ടേസ്റ്റ് വരും. അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ തീ ഒന്ന് ചെറുതാക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നാം പാല് ചേർത്തു. ഇനി അധികം ജസ്റ്റ് ഒന്ന് തള വരുമ്പോൾ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ക്യാരറ്റ് നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇതെല്ലാം കൂടിയിട്ട് കഴിഞ്ഞാൽ വല്ലാണ്ട് അതിൻ്റെ കളറൊരു വൃത്തികേടാവും. അത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ലാസ്റ്റാണ് ഈ വേവിച്ച ക്യാരറ്റും കൂടി ഇടണത്. ഇതൊന്ന് ജസ്റ്റ് തള വരണം. ജസ്റ്റ് നമുക്ക് തള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് തുറക്കാം. ചെറുതായിട്ട് തള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൊലി കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടു. നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കുറച്ച്
കുറച്ച് മല്ലിയില നമുക്കിതിന് ഇടാം. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, കാഷ്നട്ട്. അതൊന്ന് നമ്മളിതിൻ്റെ മീതെ ഒന്ന് സെർവ് ചെയ്യാം.